ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കുന്നത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ്? ഇവിടെ 4 സെർച്ച് എഞ്ചിൻ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് എന്നാണ് ചോദ്യം. ബിങ് ആണ്. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിനാണ് ബിങ്. മെമ്മറിയുമായി ബന്ധപ്പെട്ട SSDയുടെ പൂർണ്ണരൂപം സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നാണ്. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് ആരാണ്? നരീന്ദർ സിംഗ് കബാനിയാണ് ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ്. താഴെ പറയുന്നവയിൽ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡേറ്റ ഒബ്ജക്റ്റ് കോഡായിട്ട് സംഭരിക്കുന്നത്? ഡേറ്റ ഒബ്ജക്റ്റ് കോഡായിട്ട് സംഭരിക്കുന്നത് കമ്പൈലറാണ്. കമ്പൈലർ എന്താണ്? എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് കൺവേർട്സ് ആൻ എൻറ്റയർ പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് അറ്റ് വൺ ടൈം. ഒരേ സമയത്ത് തന്നെ മൊത്തം പ്രോഗ്രാമിനെയും എന്താണ് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് മാറ്റുന്നതാണ് കമ്പൈലർ. ഇനി ഇൻ്റർപ്രറ്റർ എന്താണ്? എക്സിക്യൂട്ട്സ് ദി കോഡ് ലൈൻ ബൈ ലൈൻ, ട്രാൻസ്ലേറ്റിംഗ് ആൻഡ് റണ്ണിങ് ഈച്ച് ലൈൻ ഇൻ റിയൽ ടൈം വിത്തൗട്ട് പ്രയർ ട്രാൻസ്ലേഷൻ. ലൈൻ ബൈ ലൈനായിട്ട് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഇൻ്റർപ്രറ്റർ. ഇനി അസംബ്ലർ എന്താണ്? എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ട്രാൻസ്ലേറ്റ്സ് അസംബ്ലി ലാംഗ്വേജ് കോഡ് ഇൻ ടു മെഷീൻ കോഡ് വിച്ച് ദി CPU ക്യാൻ ഡയറക്റ്റ്ലി എക്സിക്യൂട്ട്. അസംബ്ലി ലാംഗ്വേജ് കോഡിനെ മെഷീൻ കോഡിലോട്ട് ആക്കുന്നതാണ് അസംബ്ലർ. താഴെ പറയുന്ന ഉപകരണങ്ങളിൽ ഏതൊക്കെയാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്? ഇൻ്റലിജൻ്റ് ആയിട്ട് കണക്കാക്കുന്നത് ഇവിടെ റൂട്ടറാണ്. സ്വിച്ചും ഇൻ്റലിജൻസ് ഡിവൈസ് ആണ്. പക്ഷേ PSCയുടെ ആൻസർ കീയിൽ റൂട്ടറാണ് വന്നേക്കുന്നത്. അപ്പം ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് സെലക്ട് ചെയ്തിട്ടുള്ളതാണ് എന്ന് തോന്നുന്നു. ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിവൈസ് ഏത് എന്ന് ചോദിച്ചാൽ റൂട്ടറാണ്. സ്വിച്ചിനേക്കാളിലും ഒക്കെ ഇൻ്റലിജൻ്റ് ഡിവൈസ് ആണ് റൂട്ടർ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ PSC ഇങ്ങനെ ആൻസർ കൊടുത്തിട്ടുള്ളത്. അടുത്തത്, ടോപ്പ് 500 റാങ്കിംഗ് പ്രകാരം നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഇത് 2023 ചോദ്യപേപ്പറാണ്. അതുകൊണ്ട് തന്നെ ആൻസർ വന്നിട്ടുള്ളത് ഫ്രോണ്ടിയർ HPE Cray EX235A എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഈ 4 എണ്ണത്തിൽ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി 2024 അനുസരിച്ച് നോക്കുകയാണെങ്കിൽ EI ക്യാപിറ്റൻ ആണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ. വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി താഴെ പറഞ്ഞവയിൽ ഏതാണ്? ക്യാഷെയാണ് ആൻസർ. നമുക്കൊരു ഡൗട്ട് തോന്നും, ക്യാഷേക്കാളിലും ഫാസ്റ്റസ്റ്റ് ആണ് രജിസ്റ്റർ. എന്തുകൊണ്ട് രജിസ്റ്റർ ഉത്തരം വന്നില്ല എന്ന്? അത് ചോദ്യത്തിൻ്റെ പ്രത്യേകതയാണ്. വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി എന്ന് പറയുമ്പോൾ ക്യാഷെയാണ് വരിക. അപ്പോൾ അത് ഓർത്തിരിക്കുക. പക്ഷേ ക്യാഷേക്കാട്ടിലും വേഗത കൂടുതലുള്ളത് രജിസ്റ്ററിനാണ് എന്ന് ഓർക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇൻ്റർഫേസ് നൽകുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സിസ്റ്റം കോളുകളാണ്. IPv4 അഡ്രസ്സ് ഒരു ഡാഷ് ബിറ്റ് അഡ്രസ്സാണ്, 32 ബിറ്റ് അഡ്രസ്സാണ്. അങ്ങനെയെങ്കിൽ IPv6 അഡ്രസ്സോ 128 ബിറ്റാണ്. 128 ബിറ്റ് അഡ്രസ്സാണ് IPv6 ചോദിച്ചാൽ. IPv4 ആണെങ്കിൽ 32 ബിറ്റ് അഡ്രസ്സുമാണ്. ഒരു കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിലെ മറ്റ് കമ്പ്യൂട്ടറുകളുമായി ആശയവിനിമയം നടത്തുന്നത് ഡാഷ് ഉപയോഗിച്ചാണ്. ഏതാണ്? TCP/IP ഉപയോഗിച്ചാണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഒരു കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിലെ മറ്റ് കമ്പ്യൂട്ടറുകളുമായി ആശയവിനിമയം നടത്തുന്നത്. ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായിട്ടുള്ള അംഗീകാരം 2000 IT ആക്ടിൻ്റെ ഏത് വിഭാഗമാണ്, ഏത് സെഷനാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സെഷൻ 4 ആണ് ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായിട്ടുള്ള അംഗീകാരം പറയുന്നത്. അടുത്തത്, 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തെറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രം എന്നുള്ളതാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഹബ്ബ് ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷൻ ആണ്. അതുപോലെ റൂട്ടർ നെറ്റ്വർക്ക് ലെയറിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് രണ്ടും ശരിയാണ്.
ഇനി ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റെന്താണ് എന്ന് ചോദിച്ചാൽ സ്വിച്ച് ഫിസിക്കൽ ലെയറിലല്ല പ്രവർത്തിക്കുന്നത്, ഡാറ്റ ലിങ്ക് ലെയറിലാണ്. അതുപോലെ ഹബ്ബ് പ്രവർത്തിക്കുന്നത് ഫിസിക്കൽ ലെയറിലുമാണ്. അത് തിരിച്ചും മറിച്ചും കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിയത്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 2ഉമാണ് ഇവിടെ ശരി. ഡിജിറ്റൈസർ എന്ന് പറയുന്നത് ഇൻപുട്ട് ഉപകരണമാണ്. പ്ലോട്ടർ ഔട്ട്പുട്ട് ഉപകരണമാണ്. ജോയ്സ്റ്റിക്ക് ആണെങ്കിൽ ഇൻപുട്ട് ഉപകരണം അല്ല എന്ന് പറയുന്നു, ഇൻപുട്ട് ഉപകരണമാണ് ജോയ്സ്റ്റിക്ക്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇൻപുട്ട് ഉപകരണങ്ങളുടെ എക്സാമ്പിളും ഔട്ട്പുട്ട് ഉപകരണങ്ങളുടെ എക്സാമ്പിളും നമുക്ക് നോക്കാം. ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ് എന്ന് പറയാണ്. ജോയ്സ്റ്റിക്ക്, അതുപോലെ മൈക്രോഫോണ്, സ്കാനർ, QR കോഡ്, ബാർകോഡ് റീഡറൊക്കെ ഇൻപുട്ടാണ്. അതുപോലെ OCR, ഡിജിറ്റൈസർ പറഞ്ഞു, OMR, MICR, ഇതെല്ലാം എന്താണ്? ഇൻപുട്ട് ഉപകരണങ്ങളാണ്. ഇനി ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും നമുക്ക് ഔട്ട്പുട്ട് പറയുമ്പോഴേ ആദ്യം മോണിറ്ററാണ് പറയേണ്ടത്. പിന്നെന്തൊക്കെയാണ്? പ്രിൻ്റർ, സ്പീക്കർ, പ്ലോട്ടർ ഒക്കെ ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. താഴെ പറയുന്നവയിൽ വെർച്വൽ മെമ്മറിയുമായി ബന്ധമില്ലാത്തത്, ഇവിടെ ബന്ധമില്ലാത്തത് സ്പൂളിംഗ് ആണ്. വെർച്വൽ മെമ്മറിയുമായിട്ട് ബന്ധമുള്ളത് ഏതൊക്കെയാണ്? സ്വാപ്പിംഗ്, മാപ്പിംഗ്, ഡിമാൻഡ് പേജിംഗ് ഒക്കെ വെർച്വൽ മെമ്മറിയുമായിട്ട് ബന്ധമുള്ളതാണ്. റാംസം വെയറിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 3 പ്രസ്താവനകളും തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയൊന്നുമല്ല. ഉബുണ്ടു 20.04 LTS ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ഫോക്കൽ ഫോസയാണ് ആൻസർ. ഉബുണ്ടു 20.04 LTS ഫോക്കൽ ഫോസ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഹൈപ്പർ ലിങ്ക് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് ഏതാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ലിങ്ക്, എ, ബി, മെറ്റ. ഇതിൽ ഓപ്ഷൻ ബി, എ ആണ് ആൻസർ വരുന്നത്. ഹൈപ്പർ ലിങ്ക് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് എന്നത് എ ആണ്. ശാശ്വതമായി ഡേറ്റ സംഭരിക്കുന്നതിന് താഴെ പറഞ്ഞവയിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? ശാശ്വതമായിട്ട് ഡേറ്റ സംഭരിക്കുന്നതിന് ഏതാണ്? ഹാർഡ് ഡിസ്കും DVD-യുമാണ്. പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജിന് വേണ്ടി ഹാർഡ് ഡിസ്കും DVD-യുമാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ക്ഷുദ്രകരമായിട്ടുള്ള സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കാനാണ്. 4 സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. അതിൽ കീലോഗറാണ് ക്ഷുദ്രകരമായിട്ടുള്ള സോഫ്റ്റ്വെയർ, മലീഷ്യസ് സോഫ്റ്റ്വെയർ. അടുത്ത മാച്ച് ചെയ്യാനാണ്. ഒറാക്കിൾ ഇതിൽ ഏതാണ് വരിക? ഇമേജ് എഡിറ്റർ അല്ല, സെർച്ച് എഞ്ചിൻ അല്ല, മൊബൈൽ ഫോൺ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സോഷ്യൽ മീഡിയ, RDBMS. ഏതാണ്? RDBMS ആണ് ഒറാക്കിൾ എന്ന് പറയുന്നത്. ഇനി ഫേസ്ബുക്ക് നമുക്കറിയാം സോഷ്യൽ മീഡിയ ആണ്. ജിംബ് ഇമേജ് എഡിറ്റർ ആണ്. ഗൂഗിൾ എന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. അപ്പം ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ. 1 F, 2 E, 3 A വരുന്നുണ്ട്. 4 വരുന്നത് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ, 4 B ആണ് വരുന്നത്. ചൂസ് ദി സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്ഡ് ബൈ ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ഇതിലേതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പരമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. പരം പ്രവേഗവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. IISc ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയും കമ്മീഷൻ ചെയ്യുകയും ചെയ്തു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ ഒന്നാണ്. ശരിയാണ്. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ആണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശരിയാണ്. ഈ സംവിധാനം നിരവധി ഗവേഷണ വിദ്യാഭ്യാസ സംരംഭങ്ങളെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ എ ആണ് ശരി. താഴെയുള്ള എക്സൽ ഷീറ്റ് നോക്കി ശമ്പളത്തിൻ്റെ ശരാശരി കണ്ടെത്താൻ ഫോർമുല തിരഞ്ഞെടുക്കാനാണ്. ഇവിടെ 4 ഫോർമുലകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ സി ആണ് ശരി. സി ഓപ്ഷൻ ആണ് ശരി. താഴെ പറഞ്ഞവയിൽ ബ്രൗസർ അല്ലാത്തത് ഏതാണ്? ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, യൂട്യൂബ്, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ, ഗൂഗിൾ ക്രോം. ഇതിൽ ബ്രൗസർ അല്ലാത്തത് യൂട്യൂബ് ആണ്. ജോയ്സ്റ്റിക് ഡാഷിൻ്റെ താഴെ വരുന്നു. ഏതാണ്? ഇൻപുട്ട് ഉപകരണമാണ്. ജോയ്സ്റ്റിക് എന്നത് ഇൻപുട്ട് ഉപകരണമാണ്. താഴെ പറയുന്നതിൽ ഏതൊക്കെ സൈബർ കുറ്റകൃത്യങ്ങളായി കണക്കാക്കപ്പെടുന്നു? ഏതൊക്കെയാണ് സൈബർ കുറ്റകൃത്യങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത്? ഹാക്കിങ്, പ്രോഗ്രാമിങ്, ബ്രൗസിംഗ്, ഫിഷിംഗ്. ഇതിൽ ഹാക്കിങ്ങും ഫിഷിങ്ങുമാണ് സൈബർ കുറ്റകൃത്യങ്ങൾ.
1ഉം 4ഉം ശരി. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് ദി മെമ്മറി വിച്ച് പൊസസസ് ഓൾ ഓഫ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ്. ഇവിടെ 4 ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഏത് മെമ്മറിയാണ് എന്ന് കണ്ടുപിടിക്കാനാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി, ക്യാഷ് മെമ്മറിയാണ്. ക്യാഷ് മെമ്മറിയുടെ ഫീച്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? എ സ്മോൾ ഹൈ സ്പീഡ് ബഫർ മെമ്മറി ടു ഹോൾഡ് ഇൻസ്ട്രക്ഷൻസ് ടെമ്പററി ഡ്യൂറിംഗ് പ്രോസസ്സിംഗ്, റെഡ്യൂസ് ദി വെയിറ്റിംഗ് ടൈം ഓഫ് ദി CPU, എ ടെമ്പററി സ്റ്റോറേജ് ഏരിയ വെയർ frequently accessed data can be stored for rapid access, transparent or invisible to the processor. Which of the following is or are correct about non-impact printer? Non-impact പ്രിൻ്ററിനെ പറ്റിയുള്ള ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുമായിട്ട് ബന്ധപ്പെട്ടത്. They use thermal, electrostatic, chemical or inkjet technology to produce printed output എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം 2 ടൈപ്പിലുള്ള പ്രിൻ്ററാണുള്ളത്. 2 ടൈപ്പ് പ്രിൻ്റർ, ഇമ്പാക്റ്റ് പ്രിൻ്ററും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററും. അതിൽ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ലേസർ, അതുപോലെ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ, തെർമൽ പ്രിൻ്റർ, ഇതൊക്കെയാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിന് എക്സാമ്പിൾ. ഇമ്പാക്റ്റ് പ്രിൻ്റർ 2 തരത്തിലുള്ളതുണ്ട്. ക്യാരക്ടർ പ്രിൻ്ററുമുണ്ട്, ലൈൻ പ്രിൻ്ററുമുണ്ട്. അതിൽ ലൈൻ പ്രിൻ്ററിന് എക്സാമ്പിൾ ഡ്രം പ്രിൻ്ററും ചെയിൻ പ്രിൻ്ററുമാണ്. ക്യാരക്ടർ പ്രിൻ്റർ ആണെങ്കിൽ ഡോട്ട് മെട്രിക്സും ഡെയ്സി വീൽ, അതുപോലെ ലെറ്റർ ക്വാളിറ്റി പ്രിൻ്ററൊക്കെ വരുന്നു. അപ്പം ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ പ്രത്യേകതകളാണ് ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഹാസ് ദി എബിലിറ്റി ടു പ്രൊഡ്യൂസ് കാർബൺ കോപ്പീസ്. ദ പ്രിൻ്റ് ഹെഡ് ഓഫ് പ്രിൻ്റർ യൂസസ് സ്മോൾ പിൻസ് വിച്ച് സ്ട്രൈക്ക് ഓൺ ദി പേപ്പർ ടു ക്രിയേറ്റ് എ ക്യാരക്ടർ ഓർ ഇമേജ്. ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ എക്സാമ്പിളാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രിൻ്റർ അറിയപ്പെടുന്നത് കാർബൺ കോപ്പി പ്രിൻ്റർ എന്നാണ്. ലോ ക്വാളിറ്റി നോയ്സ് മേക്കിംഗ് പ്രിൻ്റർ എന്നും അറിയപ്പെടുന്നത് ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററാണ്. ഈ ലേസർ പ്രിൻ്ററിൽ ഉപയോഗിക്കുന്ന ഇങ്ക് ടോണറാണ്. KSRTC ബസ് ടിക്കറ്റ് മെഷീൻ, ATM മെഷീൻ, ഇതിലൊക്കെയുള്ള പ്രിൻ്റർ തെർമൽ പ്രിൻ്ററാണ്. The software that manages computer's memory, processors and its hardware is called. The software that manages computer's memory, processors and its hardware is ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി, പ്രോസസ്സസ്, അതിൻ്റെ ഹാർഡ്വെയർ ഒക്കെ മാനേജ് ചെയ്യുന്നത് ഏത് സോഫ്റ്റ്വെയർ ആണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന പ്രധാന സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിച്ചാൽ OS ആണ്. അതിന് ഉദാഹരണങ്ങളാണ് വിൻഡോസ്, ലിനക്സ്, മാക് OS ഒക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ് ക്യാൻ ബി പെർഫോംഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്പ്രെഡ്ഷീറ്റ്സ്? സ്പ്രെഡ്ഷീറ്റ്സിൻ്റെ ഹെൽപ്പോടെ പെർഫോം ചെയ്യാവുന്ന ഫങ്ഷൻസ് ഇതിൽ മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്, ക്രിയേറ്റിംഗ് വീഡിയോസ്, അനലൈസിങ് ഡേറ്റ, പെർഫോമിംഗ് ഫിനാൻഷ്യൽ കാൽക്കുലേഷൻസ്, റൈറ്റിംഗ് ലെറ്റേഴ്സ്, ഇത്രയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്പ്രെഡ്ഷീറ്റിൻ്റെ ഹെൽപ്പോടെ ചെയ്യാവുന്നത് ഏതൊക്കെയാണ്? മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാം, അതുപോലെ അനലൈസിങ് ഡേറ്റ, പെർഫോമിംഗ് ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ, ഇത്രയുമാണ് വരുന്നത്. ഓപ്ഷൻ ബി 1, 3, 4 ശരിയായിട്ടുള്ളത്. അടുത്തത് ഡാഷ് ഈസ് ആൻ അൺലോഫുൾ ആക്ടിവിറ്റി വെയർ ഫേക്ക് വെബ്സൈറ്റ്സ് ഓർ ഇമെയിൽസ് ദാറ്റ് ലുക്ക് ഒറിജിനൽ ഓർ ഒതൻറ്റിക് ആർ പ്രസൻറ്റ് ടു ദി യൂസർ ടു ഫ്രോഡുലൻ്റ്ലി കളക്ട് സെൻസിറ്റീവ് ആൻഡ് പേഴ്സണൽ ഡീറ്റെയിൽസ്, particularly usernames, passwords, banking and credit card details. ഏതാണ്? ഫിഷിംഗ് ആണ്. Which among the following was established under IT Act 2000 to resolve disputes arising from the law? നിയമപരമായിട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് താഴെ പറയുന്നതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൈബർ അപ്പലേറ്റ് ട്രിബ്യൂണൽ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. വിച്ച് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഈസ് യൂസ്ഡ് ഇൻ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക്? ഇതിൽ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നത് ഏത് നെറ്റ്വർക്കാണ്? മാൻ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, മാൻ ആണ്. എ ഡാഷ് ഈസ് എ പാസേജ് ടു കണക്ട് ടു നെറ്റ്വർക്ക്സ് ടുഗദർ ദാറ്റ് മേ വർക്ക് അപ്പോൺ ഡിഫറെൻറ്റ് നെറ്റ്വർക്കിംഗ് മോഡൽസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഗേറ്റ് വേ ആണ്. നെറ്റ്വർക്ക് ഡിവൈസ് വിച്ച് ഇൻ്റർകണക്ട് ടു ഓർ മോർ നെറ്റ്വർക്ക് ഹാവിങ് ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾ എന്ന് ചോദിച്ചാലും ഗേറ്റ് വേ ആണ് ആൻസർ വരുന്നത്. അതുപോലെ
നെറ്റ്വർക്ക് ഡിവൈസ് വിച്ച് ഇൻ്റർകണക്ട്സ് ടു ഓർ മോർ നെറ്റ്വർക്ക് ഹാവിങ് സെയിം പ്രോട്ടോകോൾ എന്ന് ചോദിച്ചാൽ അത് റൂട്ടറാണ് ആൻസർ വരിക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റൂട്ടറും ഗേറ്റ് വേയും മാറി മാറി ചോദിക്കുന്നതാണ്. അതുപോലെ ബ്രിഡ്ജും ചോദിക്കാറുണ്ട്. നെറ്റ്വർക്ക് സെഗ്മെൻറ്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡിവൈസാണ് ബ്രിഡ്ജ്. എ നെറ്റ്വർക്കിംഗ് ഡിവൈസ് ദാറ്റ് കണക്ട്സ് ടു ഓർ മോർ ലാൻസ് ടു ക്രിയേറ്റ് എ ലാർജർ കമ്പൈൻഡ് നെറ്റ്വർക്ക് എന്ന് ചോദിച്ചാലും ബ്രിഡ്ജാണ് ആൻസർ വരിക. അതുപോലെ തന്നെ ചോദിക്കാറുള്ളതാണ് റിപ്പീറ്റർ എന്താണ് എന്ന്. നെറ്റ്വർക്ക് ഡിവൈസ് ദാറ്റ് റീജനറേറ്റ്സ് ആൻഡ് ആംപ്ലിഫൈസ് സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാനും അതുപോലെ റീജനറേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ റിപ്പീറ്ററാണ്. ദ കറക്റ്റ് സീക്വൻസ് ഓഫ് HTML ടാഗ്സ് ഫോർ സ്റ്റാർട്ടിങ് എ വെബ് പേജ് ഈസ്. ഒരു വെബ് പേജ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന HTML ടാഗ്സിൻ്റെ കറക്റ്റ് സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ. HTML ഹെഡ് ടൈറ്റിൽ ബോഡി അങ്ങനെയാണ് വരിക. HTML ഹെഡ് ടൈറ്റിൽ ബോഡി എന്നാണ് വരിക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പോപ്പുലർ സെർച്ച് എഞ്ചിൻ? കൊടുത്തിട്ടുള്ളതിൽ പോപ്പുലർ സെർച്ച് എഞ്ചിൻ ഗൂഗിൾ ആണ്.